ബാലികേറ മല എന്ന് ഒരിക്കൽ LDF കരുതിയിരുന്ന ചാലക്കുടി ലോക്സഭാ മണ്ഡലത്തിൽ നിഷ്പ്രയാസം വിജയിച്ചു കയറിയ ഒരു സ്ഥാനാർത്ഥിയുണ്ട്, ഇന്നസെൻ്റ് ഏട്ടൻ. UDFിൻ്റെ കരുത്തനായ PC ചാക്കോയാണ് അദ്ദേഹം പരാജയപ്പെടുത്തിയത്. 2014 സംഭവം. 10,000-ലേറെ വോട്ടുകളുടെ ഭൂരിപക്ഷത്തോടെയാണ് അന്ന് ഇന്നസെൻ്റ് ഏട്ടൻ വിജയിച്ചത്. വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് നമ്മൾ അറിയാതെ ഓർത്തു പോകുന്നു ചാലക്കുടിയിൽ നിന്നുള്ള ഇന്നസെൻ്റ് ഏട്ടൻ്റെ വിജയം. ഇടതുമുന്നണിക്ക് വിജയത്തെക്കാളേറെ പരാജയത്തിന്റെ കയ്പുനീര് കുടിക്കേണ്ടി വന്ന മണ്ഡലമാണ് ചാലക്കുടി. ആ UDF ഉരുക്കുകോട്ടയെ നിഷ്പ്രയാസം ഇടതുപാളയത്തിലെത്തിച്ച ചുരുക്കം സ്ഥാനാർത്ഥികളിൽ ഒരാളാണ് ഇന്നസെന്റ്. UDFിലെ കരുത്തനായിരുന്ന PC ചാക്കോയെ പരാജയപ്പെടുത്തി ലോക്സഭയിലേക്ക്. 2009 തെരഞ്ഞെടുപ്പിൽ 70,000-ലധികം വോട്ടുകൾക്കാണ് UDFിലെ KP ധനപാലൻ ചാലക്കുടിയുടെ വേര് UDFിൽ ഉറപ്പിച്ചത്. ആ വേര് പിഴുതെടുക്കാൻ ഇന്നസെന്റിനെ നിയോഗിക്കുമ്പോൾ LDFിന്റെ ആത്മവിശ്വാസം ചെറുതായിരുന്നില്ല. നർമ്മത്തിന്റെ മർമ്മമറിഞ്ഞ ഇന്നസെന്റ് അക്ഷരാർത്ഥത്തിൽ ചാലക്കുടിയുടെ മനസ്സു കീഴടക്കി. പാർലമെന്റിൽ ചാലക്കുടിയുടെ ശബ്ദമായി. നമ്മൾ അവിടെ നിന്ന് നാട്ടിൽ നിന്ന് വരുമ്പോൾ വിമാനത്തിലൊക്കെ കയറി ഇവിടെ വരുമ്പോൾ അവരൊക്കെ വിചാരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യും എന്ന്. അതിനാണ് നമ്മളൊക്കെ വന്നിരിക്കുന്നത്, വോട്ടൊക്കെ മേടിച്ചിട്ട്. അപ്പൊ അതുകൊണ്ട് അതൊക്കെ ചെയ്യണം എന്ന് ഞാൻ പ്രത്യേകം ഒന്ന് ഓർമ്മിപ്പിക്കുന്നു. ഇന്നസെന്റിന്റെ വികസന മോഡൽ ചാലക്കുടിയുടെ മുഖം മാറ്റി. വികസന പ്രവർത്തനങ്ങൾക്കായി ഏറ്റവും കൂടുതൽ MP ഫണ്ട് ചെലവഴിച്ചവരിൽ മുൻപന്തിയിലായിരുന്നു ഇന്നസെന്റിന്റെ സ്ഥാനം. എന്നിട്ടും രണ്ടാം ഊഴത്തിൽ അടിതെറ്റി. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 1.5 ലക്ഷം വോട്ടുകൾക്കായിരുന്നു പരാജയം. രാഷ്ട്രീയ എതിരാളിയായിരുന്ന ബെന്നി ബെഹനാനും സ്നേഹത്തോടെ ഓർക്കുന്നു ഇന്നസെന്റിനെ. എതിരാളി എന്ന വാക്കില്ലല്ലോ, പരസ്പരം മത്സരിക്കുമ്പോൾ എതിരാളിയല്ലല്ലോ, അങ്ങനെ ഒരു വാക്ക് തന്നെ ഉപയോഗിക്കാറില്ല. അത് ഞങ്ങൾ പരസ്പരം മത്സരിച്ചു, എല്ലാ ബഹുമാനങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുചേർന്നുള്ള മത്സരമായിരുന്നു. ചാലക്കുടി പിടിക്കാൻ ഇക്കുറി ഇടതുമുന്നണി ഇറക്കിയ പ്രൊഫസർ C രവീന്ദ്രനാഥിനും ഇന്നസെന്റ് ഒരു പാഠമാണ്. വ്യക്തിപരമായി വളരെ അടുപ്പമുള്ള ആളാണ് ഞാൻ. അദ്ദേഹത്തിനോട് എങ്ങനെയാണ് രാഷ്ട്രീയ മേഖലയിൽ അങ്ങേക്ക് പ്രവർത്തിക്കാൻ കഴിയുക എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഒരു നടൻ എല്ലാം ഉൾക്കൊള്ളുന്ന വ്യക്തിയാണ്, അവർക്കെങ്ങനെയും രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കാൻ കഴിയും, മാഷ് നോക്കിക്കോളൂ എന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. രാഷ്ട്രീയ വേദിയിൽ ഇന്നസെന്റ് എന്ന ചിരിമുഖത്തിന്റെ കസേര ഇന്നും ഒഴിഞ്ഞു കിടക്കുന്നു. 24 കൊച്ചി. സൂരജ് സജീവ് തൃശ്ശൂരിൽ നിന്നൊരു കാര്യം റിപ്പോർട്ട് ചെയ്യുന്നു. ഇന്നസെൻ്റ് ഏട്ടൻ്റെ കല്ലറയിൽ പുഷ്പാർച്ചന നടത്തി ചാലക്കുടിയിലെ സ്ഥാനാർത്ഥികൾ. LDF സ്ഥാനാർത്ഥി C രവീന്ദ്രനാഥ്, UDF സ്ഥാനാർത്ഥി ബെന്നി ബെഹനാൻ എന്നിവർ ഇരിങ്ങാലക്കുടയിലെത്തി മുൻ MPക്ക് പുഷ്പാർച്ചന നടത്തി. ഇന്നസെൻ്റ് കുടുംബത്തോടൊപ്പം എത്തിയാണ് പ്രൊഫസർ രവീന്ദ്രനാഥ് ഇന്നസെൻ്റ് കുടുംബത്തോടൊപ്പമാണ് പ്രൊഫസർ രവീന്ദ്രനാഥ് പുഷ്പാർച്ചന നടത്താൻ എത്തിയതെന്നും സൂരജ് സജീവ് റിപ്പോർട്ടിൽ പറയുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.